കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്ന കുറച്ച് കരിമീൻ ചെമ്പല്ലിയൊക്കെ പിടിക്കണമെന്ന്. ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ച് കിട്ടുവാണെങ്കിൽ കൊണ്ടുവരണമെന്ന്. ഇപ്പം ഞാൻ അതിന് വേണ്ടി മാത്രം ഞാൻ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ സെക്കൻഡ് ഷൂട്ടാണ് കേട്ടോ. ഫസ്റ്റ് ടൈമിൽ അട്ടി കൊണ്ടത് പാറയ്ക്കാണ്. അതിൻ്റെ മുനയെല്ലാം പോയി. നമ്മുടെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് നോർമൽ ഡാറ്റ കേട്ടോ. അത് വെച്ച് അടിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പം എന്തായാലും നമുക്ക് ഫസ്റ്റ് ടൈമിൽ നല്ല കുഴപ്പമില്ലാത്തൊരു അടിപൊളി ഒരു ചെമ്പല്ലിയെ കിട്ടി. രണ്ടാമത് ഇവിടുന്ന് ഒരു ചെമ്പല്ലിയും കൂടെ നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വേറെ സ്പോട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഷൂട്ടുകളായിരുന്നു. ഇതിലും വലിയ ചെമ്പല്ലിയൊക്കെ ഞാൻ പിടിക്കാനാവുന്ന ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒന്നിനെയും കാണുന്നില്ല. കാരണം ഇനി വെള്ളത്തിന് ഒരു വല്ലാത്ത കളറാണ്. ഇനി നല്ല രീതിയിൽ തെളിഞ്ഞെങ്കിലേ കിട്ടത്തോളം ഒന്നും അറിയാൻ വയ്യ. പക്ഷെ ഞാൻ പലയിടത്തും പോകുമ്പോഴെല്ലാം ഞാൻ നോക്കുന്നുണ്ട് ഈ നല്ല സൈസുള്ള ചെമ്പല്ലിയൊക്കെ കിട്ടുമെന്ന്. എങ്ങും ഇതുവരെയായിട്ടും കാണാൻ പറ്റില്ല. ഒരു ഭാഗത്ത് മാത്രമേ കണ്ടോളൂ ഞാൻ. പക്ഷേ അതിനെ അടിച്ചില്ല. അടിച്ചു കഴിഞ്ഞാൽ കൊണ്ടു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കിട്ടത്തില്ല. കാരണം അത് പെട്ടെന്ന് നമ്മുടെ മോട്ടറെല്ലാം കൂടെ അടിച്ച് ഇളക്കി ഒരു പോക്കങ്ങ് പോയി കഴിഞ്ഞാൽ പോവും. അതുകൊണ്ട് ഞാൻ അതിനെ അടിച്ചില്ല. ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തായിരുന്നു, വലുതേ ഒരെണ്ണത്തിൻ്റെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ അടിച്ചില്ലെന്ന്. ആ ഭാഗം കൊണ്ട് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്നെ വിട്ട്. പക്ഷേ ഈ ഭാഗത്തൊന്നും കാണുന്നില്ല. ഈ ഭാഗത്ത് അടിച്ചാലും കിട്ടിയാലും പറ്റത്തുമില്ല. പെട്ടെന്ന് ബ്രൈഡും പൊട്ടിച്ചുകൊണ്ട് പോകും, പാറയായതുകൊണ്ടേ. അതുകൊണ്ട് ഈ മീഡിയം സൈസ് ചെമ്പല്ലിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം. അപ്പോൾ ഇവിടുന്ന് ഈ രണ്ടെണ്ണത്തിൻ്റെ കിട്ടി. ഇനി ഇവിടുന്ന് നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവുക. പെട്ടെന്ന് ഞാൻ ആ ബ്രൈഡ് മാത്രം പിടിച്ച് വലിച്ചെടുത്തോണ്ട് അങ്ങനെ മൊത്തത്തിൽ കുരുങ്ങിപ്പോയി. ഇനി കുരുക്കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. മീനെ ഒന്ന് കാണാം നമുക്ക്. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഡീപ്പ് ഡാർട്ട് പോയില്ലേ, അത് ഞാൻ ഇന്നും ചെന്ന് ആ ഭാഗത്ത് നോക്കിയിട്ട് കിട്ടിയില്ല. ആ വീണ ഉണ്ടെങ്കിൽ താന്നു പോകും. അതുകൊണ്ട് ആകെ വിഷമിച്ചിരിക്കുക. എങ്ങനെയെങ്കിലും നമുക്ക് ഒരു അവസരം നല്ല രീതി ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരും. ആ പ്രശ്നം നേരത്തെ വന്നത്. എങ്ങനായാലും പോവും സാധനം, എൻ്റെ കയ്യിൽ നിന്ന് പോവും. എത്ര ശ്രദ്ധിച്ചാലും ശരി തന്നെ എവിടെയെങ്കിലും ഒരു പാളിച്ച നമുക്ക് വരും. അതാ പറ്റിപ്പോന്നെ. ഇനി പുതിയൊരു സൈറ്റിലായിട്ട് വന്നു കേട്ടോ. ഇവിടെ വന്ന അടിപൊളി ഒരു ചെമ്പല്ലി അടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ഉറുമ്പിൻ്റെ കടിയും കൊണ്ടാണ് നമ്മളെ ചെമ്പല്ലി അടിച്ചെടുക്കുന്നത്. ചെന്നങ്ങോട്ട് നിന്നപ്പോൾ തന്നെ നല്ല സൈസിനെ വന്ന് നിന്നത്. നല്ല ഒരെണ്ണം എടുത്തിട്ടിട്ട് മൊത്തം ഉറുമ്പായിരുന്നു. ഉറുമ്പിൻ്റെ കടി കൊണ്ടാണ് അവിടെ നിന്നത്. പുളിയുറുമ്പെന്നൊക്കെ അതിനെ പറയുന്നത്. പുളിയുറുമ്പ്, പച്ചറുമ്പെന്നൊക്കെ പറയുന്നത്. വേറെ എന്തോ പേരുണ്ടെന്ന് അറിയത്തില്ല. ആ ഉറുമ്പാണ് ഞാൻ നിൽക്കുന്ന പാവം മൊത്തം. ആ മീനും എടുത്തുകൊണ്ട് ഞാൻ ഓടിയ സമയത്താണ്ട് ആ കല്ലിൽ ഒരു കമ്പി അടിച്ചിരിക്കുന്ന കണ്ടോ. ആ കമ്പി വന്ന് എൻ്റെ പള്ളയ്ക്കൊരു കുത്തും കുത്തി. അതൊന്ന് ദേഹം മൊത്തത്തിൽ ചെവിക്കകത്ത് വരെ കയറിപ്പോകുന്ന രീതിയിലായിരുന്നു ഉറുമ്പ് വന്ന് പൊതിഞ്ഞ് തന്നെ. ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങ് അപ്പുറത്ത് വന്നപ്പോൾ എൻ്റെ കൂടെ പുതിയൊരു ആളിനെ കണ്ട്. അപ്പോൾ എൻ്റെ കൂടെ കൂടി അവിടെ നിന്ന്. ഒരു ബൈക്ക് മേളിൽ റോഡായതുകൊണ്ടേ അതിലേ പോയതാണ്. പിന്നെ പുള്ളിക്കാരൻ എൻ്റെ കൂടെ കൂടി. ഇതാ പുള്ളിക്കാരൻ. അയാൾ ദേഹത്തെ എല്ലാം തട്ടി, ഉറുമ്പെല്ലാം തട്ടി കളഞ്ഞ്. പിന്നെ പുള്ളിക്കാരൻ. ആ പുള്ളിക്കാരൻ പിന്നെ പുതിയ സ്പോട്ടിലോട്ടൊക്കെ കൊണ്ടുപോയി. പകുതി വെച്ച് ഞാനങ്ങ് മാറി കേട്ടോ. പുള്ളി അങ്ങ് പോയി. അങ്ങ് പോയി. പേരെന്തോന്ന് ചോദിച്ചില്ല. പുള്ളി അങ്ങ് പോയി. ഞാൻ അവിടുന്ന് പിന്നെ വേറെ സ്പോട്ടിലോട്ട് വന്ന്. ഞാൻ വെച്ച് പോയെന്നും പറഞ്ഞാൽ വേറെ സ്പോട്ടിൽ വന്നിട്ടാണ് ഇവിടുന്ന് നമ്മൾ ഒരു കരിമീൻ അടിച്ചെടുക്കുന്നത്. നേരത്തെ ഞാൻ ഇവിടെ വന്നൊരു വാഹ അടിച്ചെടുത്തതാണ്. ഇപ്പോൾ സ്പോട്ടൊക്കെ എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച പുള്ളിക്കാരൻ പോയെന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നേരം ഞാൻ ഇവിടുന്ന് ഒരു കരിമീനെ കിട്ടിയില്ല. തിരിച്ച് ഞാൻ പോയപ്പം എന്നെ തിരക്കി നടന്നായിരുന്നു. അങ്ങനെ കണ്ടുമുട്ടി. പിന്നെ ആ പുള്ളിക്കാരൻ്റെ കൂടെ നമ്മൾ വേറെ പുതിയ സ്പോട്ടിലോട്ടൊക്കെ പോയി. എന്തായാലും അവിടെ ചെല്ലുമ്പം നമുക്ക് കാണാം. ഇവിടുന്ന് ഒരു കരിമീനെ കിട്ടിയുള്ളൂ. ഇവിടുന്ന് വാഹയെ തപ്പി ഇറങ്ങിയത്. ഈ സ്പോട്ടിലൊന്നും വാഹയില്ല. എല്ലാം ഇത് എങ്ങോട്ട് പോയെന്നറിയാൻ വയ്യ. അത് നമുക്ക് അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാം. അവിടെ ചെന്ന് വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഇത് നമ്മുടെ പഴയ സൈറ്റാണ്. ഇവിടുന്ന് കുറേ വാഹ മിസ്സായി പോയതാണ്. അറിയില്ല, അപ്പുറത്തും ഇപ്പുറത്തില്ല ശീലാന്തിയുടെ കമ്പിനകത്തൊക്കെ കുരുങ്ങി കുറേ മിസ്സായി പോയതാണ്. ലാസ്റ്റ് ഒരെണ്ണത്തിന് വാഹ കൂട്ടി നമ്മൾ അടിച്ചെടുത്തതാണ്. ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് 2-3 മീനെ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. നല്ല നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അടിപൊളി ഷൂട്ടുകളാണ്.
2 ദിവസം ഞാൻ അടുപ്പിച്ച് പോയപ്പം കേട്ടോ നല്ല രീതിയിലൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ മീൻ കറക്റ്റ് ഇരുന്ന് കയറുന്നത്. ഒരു വ്യത്യാസവും വരുന്നില്ല, ഒരു ഉന്നം പോലും തെറ്റുന്നില്ല. ആദ്യത്തെ ദിവസം മാത്രമേ നമുക്കൊന്ന് പോയിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ആദ്യമേ ഒന്ന് പിടിച്ച കഴിക്കും. അതിന് മുമ്പും കുറേ നാൾ പോവാതിരുന്നില്ലേ. അപ്പോൾ അതിനായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേണ്ടേ അടിപൊളിയായിട്ട് നമുക്ക് മീനെ കിട്ടി തുടങ്ങി. എന്നെ ഒരു ബ്രോ കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു പുതിയ സ്പോട്ടൊക്കെ കാണിക്കാൻ. അവിടുന്ന് ഞാൻ തിരിച്ചു വന്നപ്പം ഇവിടെ കയറി ഞാൻ ഒന്ന് എടുത്തതാട്ടോ. ഈ കരിമീനെയൊക്കെ അടിച്ചെടുക്കുന്നതാണ്. അല്ല, പുള്ളിക്കാരൻ കൊണ്ടുപോയ സ്പോട്ടിലോട്ട് നമ്മൾ കണ്ട ഇതാണ് ആ സ്പോട്ട്. ഇവിടുന്ന് ലാസ്റ്റ് കരിമീനെ അടിച്ചെടുക്കുന്നത്. ഇവിടുന്ന് അടിപൊളി സ്ഥലം അത് കേട്ടോ, നല്ല രസം. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ പിന്നെ ഞാൻ ഇട്ട് കാണിക്കാം. നല്ല അടിപൊളി സൈറ്റുകളാണ് അവിടെ. എന്നാലും ഇവിടുത്തെ ലാസ്റ്റ് ഷൂട്ടാണ് ലാസ്റ്റ് കരിമീൻ. ഇവിടെയുള്ള ചേട്ടന്മാരെല്ലാം നല്ല സപ്പോർട്ടാണ് കേട്ടോ. അവർ പറയുന്നത് അല്ലാതെ ഒരു ദിവസം രാവിലെ വിരിയോ അടിക്കുക, ഇല്ലെങ്കിൽ കടത്ത് കഴിഞ്ഞ് പോയാൽ നമുക്ക് ഇഷ്ടംപോലെ ചെമ്പല്ലിയെ കിട്ടുമെന്ന്. നല്ല 2 കിലോ അടുപ്പിച്ച് വരുന്ന ചെമ്പല്ലി നമുക്ക് അടിക്കാമെന്ന അവിടെയുള്ള ചേട്ടന്മാർ പറഞ്ഞു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്തായാലും ഈ സ്ഥലപ്പേര് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടു സ്ഥലപ്പേര്, ഇതാണ് ആ സ്ഥലപ്പേര്. ഈ സ്ഥലപ്പേരിൻ്റെ കൂടെ വേറെ സ്ഥലപ്പേരൂടെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. എന്നാണ്ട് ഇത് കോയിവിളയെന്ന സ്ഥലപ്പേര്. എന്തായാലും നമ്മൾ പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണാൻ കണ്ടോ. ഇതാണ് നമുക്ക് കിട്ടിയ ഐറ്റങ്ങൾ. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോയിൽ വരും. അപ്പോൾ ജോലിയൊക്കെ ഇപ്പം കുറേ നാളില്ലായിരുന്നായിരുന്നു, ഇപ്പം ജോലിയൊക്കെ തുടങ്ങി. അതുകൊണ്ടാണ് ഇച്ചിരി താമസം വന്നു പോയത്. ഇവിടെ വാഗ ഷൂട്ടൊക്കെ നമുക്ക് ഉടനെ ഇടാം. അപ്പോൾ ഈ കരിമീൻ ആവശ്യക്കാർ വിളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വാഗ ഷൂട്ട് ഇടാത്തത്. വാഗയൊന്നും ഇവിടെ ആരും അങ്ങനെ മേടിക്കത്തില്ല, ആർക്കും പ്രിയമല്ല. അതുകൊണ്ടാണ് ഞാനത് മടിക്കുന്നത്. കുഴപ്പമില്ല, നമ്മൾ അടുത്ത വീഡിയോയിൽ ഒന്ന് നോക്കാം കേട്ടോ.